ഞാൻ അമീർ ഇളമരം യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എനിക്ക്. ഞാനും അതുപോലെ എൻ്റെ ഭാര്യ ജുമാന അമീർ, പിന്നെ ഞങ്ങൾ സ്വന്തം മുന്ന എന്നറിയുന്ന ഫാസ് അഹമ്മദ്, ഈ 3 പേരടങ്ങുന്ന കുടുംബമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ബെൽജിയത്തിലേക്കാണ്. ബെൽജിയം എന്ന് പറഞ്ഞ രാജ്യം ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ടാവും ഫുട്ബോളിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ബെൽജിയത്തിൻ്റെ ബ്രുസൽസ്, തലസ്ഥാനമായിട്ടുള്ള ബ്രുസൽസിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ആംസ്റ്റർഡാമിൽ നിന്ന്, നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിൽ നിന്നുമാണ് ഞങ്ങൾ പോകുന്നത് ബസ് മാർഗം. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്, അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. അപ്പോൾ നമ്മൾ ബ്രുസൽസിലേക്ക് പോകാം. പിന്നെ ഞങ്ങളുടെ യാത്ര പോയത് ഗ്രാൻഡ് പ്ലേസിലാണ്. ബ്രുസൽസിലെ ഗ്രാൻഡ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഗ്രാൻഡ് പ്ലേസ്. ഈ മുറ്റത്തിന് കാണുന്ന 4 ഭാഗത്ത് കാണുന്ന ബിൽഡിങ്ങും വളരെ മനോഹരമായിട്ടുള്ള ആർക്കിടെക്ചറുകളാണ്. വെസ്റ്റേൺ യൂറോപ്പിലെ സാമാന്യം ഒരു കൊച്ചു രാജ്യമാണ് ബെൽജിയം. ഡയമണ്ടുകളുടെയും ചോക്ലേറ്റുകളുടെയും രാജ്യം. ഇവിടുത്തെ മ്യൂറലുകളും ആർക്കിടെക്ചറുകളും പെയിൻറ്റിങ്സും ലോക പ്രശസ്തമാണ്. കൗതുകം നിറഞ്ഞ ഒരുപാട് കാഴ്ചകളാണ് ഞങ്ങൾക്ക് ബ്രുസൽസിൽ സമ്മാനിച്ചത്. ഇവിടുത്തെ അറ്റോമിക് എനർജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റിലാണ് അവർ ഈ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ കാണാം, ഇതാണ് അറ്റോമിയം. അറ്റോമിയം ഇൻ ബ്രുസൽസ്, ബെൽജിയം. ഈ കാണുന്നത് ബ്രുസൽസിൻ്റെ ഒരു ഐക്കോണിക് സ്ട്രക്ചർ ആയിട്ടുള്ള അറ്റോമിയം എന്ന് പറഞ്ഞ സംഭവമാണ്. 1958 പണി കഴിപ്പിച്ച ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ മാതൃക വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇതിലെ ഓരോ ലോബുകളും, ആ ഗോളങ്ങളും ഓരോ എക്സിബിഷൻ സെൻറ്ററുകളാണ്. നമുക്ക് സ്റ്റെയർകേസ് വഴിയും അതുപോലെ ലിഫ്റ്റ് വഴിയും അതിൻ്റെ മുകളിൽ എത്തിച്ചേരാം. നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിൽ നിന്നും ബസ് മാർഗമാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. ബ്രുസൽസ്, അതായത് ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രുസൽസിൻ്റെ ഒരുപാട് കാഴ്ചകളുള്ളത് കൊണ്ട് ഞങ്ങൾ ഇവിടെയാണ് തിരഞ്ഞെടുത്തത്. ആൻഡ്രോപ്പ്, ഗെൻഡ്, ബ്രൂക്സ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സഞ്ചാരികളുടെ ആകർഷണ സ്ഥലങ്ങൾ. ഇവിടുത്തെ ആർക്കിടെക്ചറുകൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 24 ഇഞ്ച് വലിപ്പമുള്ള ഒരു കുഞ്ഞൻ പ്രതിമയാണ് മാനിക്കൻ പീസ് ഈ കാണുന്നത്. ഇത് ഒരു വെങ്കല പ്രതിമയാണ്. ആരെയും ആകർഷിക്കുന്ന ഒരു ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും വളരെ പ്രസിദ്ധമായ, ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ മാനിക്കൻ പീസ് എന്ന കൊച്ചു കുട്ടി. ബ്രുസൽസ് ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലാണ്. അവിടുത്തെ സ്ട്രീറ്റിലൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ അട്രാക്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാണ്. ബ്രുസൽസ് മെയിനായിട്ടുള്ളത് ഡയമണ്ട്സ്, ചോക്ലേറ്റ്സ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവിടുത്തെ അട്രാക്ഷൻസ്. ഇന്ത്യ ഉൾപ്പെടെ ഏകദേശം 7 രാജ്യങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്തു. അപ്പോൾ എങ്ങനെ അവിടുത്തെ ഓരോ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടും അതുപോലത്തെ സംവിധാനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ വളരെ ചുരുങ്ങിയ ചെലവിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ വീഡിയോസുകളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ട്രാവൽ മാസ്റ്റർ ബൈ അമീർ ഇളമരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ഞങ്ങൾ അതെല്ലാം പബ്ലിഷ് ചെയ്യുന്നുണ്ട്.